പ്രേമഗീതമാ എന്നേശുനാഥാ നീ എൻ പ്രേമഗീതമാ എന്നേശുനാഥാ നീ. എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് സെയിൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് വൈദികൻ റവറൻഡ് PM ജോജി അച്ഛൻ്റെ പൗരോഹിത്യ ജീവിത വഴികളും ദൈവവിളി അനുഭവങ്ങളുമാണ്. എൻ ജീവനേ കാളും നീ. പത്തനംതിട്ട ജില്ലയിൽ മാത്തൂർ ചെന്നീക്കര താഴേത്തുണ്ടിൽ വീട്ടിൽ പരേതനായ PM മാത്യുവിൻ്റെയും അമ്മിണി മാത്യുവിൻ്റെയും മകനായി 1968 ജനുവരി 22 ജനനം. മാത്തൂർ LPS, ചെന്നീർക്കര SNDP ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കി. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും പൂർത്തിയാക്കി. 1989 വൈദിക പഠനം ആരംഭിച്ചു. 1995 പുരോഹിതനായി അഭിഷിക്തനായി. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് റവറൻഡ് PM ജോജി. ഞാൻ താമസിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ മാത്തൂർ ചെന്നീർക്കര എന്ന് പറഞ്ഞ പ്രദേശത്താണ്. എൻ്റെ മാതാപിതാക്കൾ PM മാത്യു, അമ്മിണി മാത്യു എന്നിവരാണ്. എനിക്ക് 3 മക്കൾ ഉണ്ട്. ഭാര്യ ഷീല. ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. എൻ്റെ ജനനം 1968 ജനുവരി 22 ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു. വളരെ പ്രയാസങ്ങളുടെയും വൈഷമ്യതകളുടെയും ഒക്കെ ബുദ്ധിമുട്ടുകളുടെ നടുവിലൂടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. എന്നിരുന്നാലും എൻ്റെ ജീവിതയാത്രയിൽ ദൈവത്തിന് ഒരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു, പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ 1968 ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു യൂട്രസ് സംബന്ധമായ ഓപ്പറേഷനൊക്കെ ആയി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. വേണ്ട പോലെയുള്ളതായ ഒരു മദർ കെയർ എനിക്ക് ലഭിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അധികം താമസമില്ല, ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അന്ന് കുട്ടികളുടെ ഇടയിൽ ഉണ്ടായിരുന്നതായ ഡിഫ്തീരിയ എന്ന് പറയുന്ന മാരകമായ ഒരു അസുഖം എനിക്ക് നേരിട്ടു. ആ അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുവാൻ ആദ്യ സമയത്ത് കഴിഞ്ഞില്ല. എന്നിരുന്നാലും പെട്ടെന്ന് അതിനുള്ളതായ ചികിത്സ തേടി വിവിധ ഇടങ്ങളിൽ പോയി. അതിൻ്റെ അവസാനം തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുചെല്ലുവാൻ ഭാഗ്യവശാൽ സാധ്യതമായി തീർന്നു. അന്ന് അവിടെ വിദേശ ഡോക്ടേഴ്സുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എൻ്റെ അസുഖം എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഡിഫ്തീരിയ ആണെന്നുള്ളത് മനസ്സിലാക്കി. രോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ളതായ മരുന്ന് എനിക്ക് കുത്തിവെച്ചു. ആ മരുന്നിന് അന്നത്തെ കാലത്ത് തന്നെ ഏതാണ്ട് 100-ൽ പരം രൂപ ഉള്ളതായിരുന്നു. അത് കുത്തിവെച്ച് പിറ്റേ ദിവസം തന്നെ എൻ്റെ ഓപ്പറേഷൻ എമർജൻസി ആയിട്ട് ചെയ്യുവാനായിട്ടിടയായിത്തീർന്നു. 2.5 മാസം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതും പാലും വെള്ളവും കുടിക്കുന്നതും കഫം സക്ക് ചെയ്യുന്നതുമെല്ലാം എൻ്റെ കഴുത്തിലൂടെ ആയിരുന്നു. കഴുത്തിലൂടെ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത് അന്നനാളത്തിലും ശ്വാസനാളവും പ്രത്യേകം ട്യൂബുകളൊക്കെ ഇട്ട് പ്രത്യേക സംവിധാനത്തോടുകൂടെയായിരുന്നു. അങ്ങനെ 2.5 മാസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഭവനത്തിലുള്ളതായ പ്രത്യേക ശുശ്രൂഷകളൊക്കെ അനുഭവിക്കാനായിട്ടിടയായിത്തീർന്നു. ആ കാലഘട്ടങ്ങളിൽ വളരെയധികം സാമ്പത്തികമായി ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആശുപത്രിയുടെ ബില്ല് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലായിരുന്നു. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്കൊരു ആൺപൈതലിനെ തന്നാൽ കൊടുക്കാമെന്നുള്ളതായ ചിന്തയോടുകൂടി ആയിരുന്നു അവർ ആയിരുന്നത്. എന്നാൽ ഇപ്രകാരം ഒരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ മത്തായി എന്ന് പറയുന്ന ആൾ ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങൾക്കൊരു ജീവനുള്ള കുഞ്ഞിനെ ഞങ്ങൾ നിന്നോട് ചോദിച്ചു. എന്നാൽ ഞങ്ങളുടെ കയ്യിലിരുന്നുകൊണ്ട് ഈ കുഞ്ഞ് 5-ാമത്തെ മാസത്തിൽ മരിച്ചു പോകുന്നത് കാണാൻ ഞങ്ങൾക്ക് ആവതില്ല. ദൈവം തമ്പുരാന് ഈ കുഞ്ഞിൻ്റെ ആയുസ്സിനെ മടക്കി തരുന്നു എന്ന് വരികിൽ ഞാൻ അവനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അവനെ പരിശീലിപ്പിച്ച് അയക്കുമെന്ന് പറഞ്ഞ അപ്പച്ചൻ്റേതായ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അങ്ങനെ വളരെ കണ്ണുനീരോടുകൂടെയാണ് എന്നെ ഡോക്ടേഴ്സിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചത്. ആ ഒരു വലിയ
തീവ്രമായ സാഹചര്യത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവനമ്പരാൻ എനിക്ക് വിടുതൽ നൽകി. അത് കഴിഞ്ഞതിന് ശേഷം ധാരാളം പ്രയാസ പ്രതിസന്ധികളൊക്കെ ജീവിതയാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് മാത്തൂരുള്ളതായ LP സ്കൂളിലായിരുന്നു. അവിടെ നിന്ന് അത് കഴിഞ്ഞതിന് ശേഷം ചെന്നീർക്കരയിലുള്ളതായ SNDP-HS ഹൈസ്കൂളിലായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് വൈദിക പഠനത്തിനായിട്ട് ഞാൻ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഈ വൈദിക പഠനത്തിന് പോകുന്നതിന് തൊട്ട് മുൻപുള്ളതായ ഒരു സാഹചര്യം, ഞാൻ എൻ്റെ മാതാപിതാക്കൾ എന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചതായുള്ളതായ അവരുടെ സമർപ്പണ പ്രാർത്ഥന ആ വഴിക്ക് പോകണമോ വേണ്ടായോ എന്നുള്ളതായ ഒരു കൺഫ്യൂഷൻ എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം അന്നത്തെ കാലത്തെ ഒരു വലിയ പ്രാരാബ്ധം ജീവിതത്തിൽ നന്നായിട്ട് എനിക്കറിയാം. എൻ്റെ മാതാപിതാക്കളും വല്യപ്പച്ചനും ഒക്കെ കഷ്ടപ്പെടുന്ന ആളുതായ സംഗതി. അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിൽ അല്ലെങ്കിൽ ജോലിയിൽ ഏർപ്പെടണം എന്നുള്ളതായൊരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഒരു സെക്യുലർ ജോലി തേടാനായിട്ട് ചിന്തിക്കുന്നതായ സമയത്താണ് എൻ്റെ അമ്മാച്ചന്മാരൊക്കെ പട്ടാളത്തിലും എയർഫോഴ്സിലും ഒക്കെ ആയിട്ട് അവർ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് കഴിയുന്നത്. അപ്പം അവരുടെ പാത പിന്തുടരണം എന്നുള്ളതായ ഒരു താല്പര്യം എനിക്കുണ്ടായി. കുടുംബത്തിൽ നിന്ന് പലരെ പട്ടാളത്തിലേക്ക് പോകാൻ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ എടുക്കുന്നത് കണ്ടു. അവരുടെ കൂട്ടത്തിൽ ഞാനും പോകാനായിട്ട് തയ്യാറായി. പക്ഷേ ഓരോ ദിവസവും കഴിയുന്തോറും എൻ്റെ ജീവിതത്തിൽ വളരെ സമ്മർദ്ദങ്ങൾ നേരിട്ടു. പ്രഷർ വളരെ വലുതായിത്തീർന്നു. എനിക്ക് ആ ഒരു വേലയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പട്ടാളത്തിൽ ചേരുക എന്നുള്ളതായ ആ ഒരു നിയോഗം എനിക്ക് വലിയ പ്രയാസമായിട്ട് തോന്നി. ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ ഇൻ്റർവ്യൂവിന് ടെസ്റ്റിന് കോയമ്പത്തൂർക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അതിഭയങ്കരമായ സമ്മർദ്ദമുണ്ടായപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ഞാൻ ആ വഴിക്ക് പോകുന്നില്ല. ദൈവം എനിക്ക് ചെയ്തതായ വിടുതലിനെ ഞാൻ തിരിച്ച് ഒന്ന് ഓർക്കുവാനായിട്ട് എനിക്കിടയായിത്തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് പോകുവാനുള്ളതായ ഒരു അഷുറൻസ്, ആ ഒരു ഉറച്ച തീരുമാനം വീണ്ടും ഞാൻ എൻ്റേത് ഉറപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ഞാൻ സെക്കൻഡറാബാദിൽ പഠിക്കാൻ പോകാനായിട്ട് പ്രോസ്പെക്ടസ് ഒക്കെ ലഭ്യമായി തീർന്നു. പോകാൻ തുടങ്ങുന്ന ആളുതായ സഭയുടെ വൈദിക സെമിനാരിയിൽ പഠിക്കാനുള്ളതായ ഒരു അവസരം എനിക്ക് ലഭിച്ചത്. അങ്ങനെ ഞാൻ സഭയുടെ വൈദിക സെമിനാരിയിൽ ചേർന്നു പഠിച്ചു. VTH കോഴ്സ് കഴിഞ്ഞു. തുടർന്ന് കർത്താവിൻ്റെ വേലയിൽ ആയി. അങ്ങനെ സുവിശേഷകനായി ഏറെ നാൾ പ്രവർത്തിച്ചു. പിന്നീട് വൈദിക രംഗത്തേക്ക് വരുവാനായിട്ട് എന്നെ വിളിയുണ്ടായി. സഭ അങ്ങനെ വിളിച്ചതായ സമയത്ത് ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 1995 ഞാൻ പട്ടത്ത ശുശ്രൂഷയിലേക്ക് വരുന്നത്. 1996 ഞാൻ ചെങ്ങന്നൂർ മോഡിയിൽ ഷേബ കോട്ടേജിൽ ഷേബയെ വിവാഹം കഴിച്ചു. ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു. ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ലഭിച്ചു. അവരെ 3 പേരെയും ദൈവകൃപയിൽ വളർത്തുവാൻ ഉള്ളതായ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. 2000 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു നിർണായകമായ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ 2000 ഞാൻ അതിതീവ്രമായ ഒരു രോഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ബാല്യകൗമാരങ്ങളിൽ തന്നെ ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ട തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും തിരിച്ചറിഞ്ഞ് യൗവനാരംഭത്തിൽ തന്നെ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ സജീവമായി. 1986 മുതൽ 89 വരെ മിഷൻ ടൂർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും സുവിശേഷ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. 2000 ഞാൻ അതിതീവ്രമായ ഒരു രോഗത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എൻ്റെ ലെഫ്റ്റ് ലങ്സിന് ഒരു പൊട്ടലുണ്ടായിട്ട് അത് ആദ്യം ലോബക്ടമി ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം 5 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ അപ്പർ ലോബ് പൊട്ടി. എന്തുകൊണ്ട് പൊട്ടി, എങ്ങനെ പൊട്ടി എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാൽ അങ്ങനെ അത് രണ്ടാമതും അത് പൊട്ടി. അങ്ങനെ വീണ്ടും ഓപ്പൺ ചെയ്ത് എൻ്റെ റിബ്സ് ഓപ്പൺ ചെയ്ത് വീണ്ടും എനിക്ക് സർജറി നേരിടേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഒരു 12-13 ദിവസമായപ്പോൾ വീണ്ടും എനിക്ക് അതിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടായി. ഇൻഫെക്ഷൻസ് മാരകമായിരുന്നു. ഞാൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകത്തക്കതായ ഒരു വലിയ സാഹചര്യമുണ്ടായി. ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് ചോർന്നു പോകുന്നത് പോലെ എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റുന്നതായിട്ടുള്ളതായ ഫീലിംഗ് എനിക്ക് അനുഭവമാക്കുവാനായിട്ടിടയായി തീർന്നു. എന്നെ ശുശ്രൂഷിക്കാൻ മറ്റാരുമില്ല. ഭാര്യയ്ക്ക് കൂടെ നിൽക്കുവാൻ നിവൃത്തിയില്ല. കുഞ്ഞുങ്ങൾ കൂടെയുണ്ട്.
ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു എൻ്റെ ഓപ്പറേഷൻസ്. അവിടെ മറ്റാരെയും പുറത്തുനിന്ന് അവിടെ പ്രവേശിപ്പിക്കത്തില്ല. അങ്ങനെയുള്ളതായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുന്ന ആളതായ വേളയിൽ ദൈവം എന്നോട് ഹൃദ്യമായിട്ട് സംസാരിച്ചു. ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിടുവിച്ചു, ഇനിയും ഞാൻ നിന്നെ വിടുവിക്കും, മേലാലും വിടുവിക്കും എന്നുള്ളതായ ദൈവിക വാഗ്ദത്തം എനിക്ക് ആ സമയത്ത് എൻ്റെ കിടക്കയിൽ മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീർന്നു. അവിടെ നിന്ന് ദൈവം എനിക്ക് അതിനകത്തിൽ നിന്നെല്ലാം വിടുതൽ തന്നു. ഇന്ന് ഒരൊറ്റ ശ്വാസകോശവും കൊണ്ടാണ് ഞാൻ സഭയുടെ ശുശ്രൂഷകളിൽ എല്ലാ സ്ഥലങ്ങളിലും ഓടിയെത്തുന്നത്. സഭയുടെ നിന്ന് മാത്രമല്ല, സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും, അതുപോലെ തന്നെ കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമെല്ലാം ഞാൻ എന്നെ തന്നെ എൻ്റെ ആയുസ് കർത്താവിന് വേണ്ടി അവസാനം വരെയും കൊടുക്കുവാൻ ഞാൻ സമർപ്പിതനാണ്. അങ്ങനെ ഞാൻ വളരെ സന്തോഷമായിട്ട് ഇന്നും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു. ഇത് കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രയാസങ്ങൾ 1 by 1 ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. 2014 എൻ്റെ സഹധർമ്മിണി ഷേബ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാനൊരു വല്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലാണ്. കാരണം കുഞ്ഞുങ്ങളൊക്കെ വളരെ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളായിരിക്കുന്ന ആ സമയത്ത് അവരെ വളർത്തുവാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നു. എൻ്റെ അവസ്ഥ എൻ്റെ സഭ മനസ്സിലാക്കി എനിക്ക് ഒരു സെക്കൻഡ് മാരേജ് ചെയ്യുവാനുള്ളതായ പെർമിഷൻ എൻ്റെ സഭയിൽ ആദ്യമായിട്ടാണ് എനിക്കങ്ങനെ ഒരു പെർമിഷൻ എനിക്ക് ലഭിച്ചു. ഞാനാണ് ആദ്യമായിട്ട് ഒരു സെക്കൻഡ് മാരേജിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത്. അങ്ങനെ എടയാറമുള കൈപ്പള്ളി മലയിൽ ഷീലയെ രണ്ടാമത് എനിക്ക് വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾക്ക് നടുവിലും തേനിലും മധുരമായ ദൈവവചനത്തിലൂടെ ആശ്വാസവും ആനന്ദവും കണ്ടെത്തിയ ജോജിയച്ചൻ ഇപ്പോൾ തേനീച്ച കൃഷിയിലും സജീവമാണ്. കർഷക കുടുംബത്തിൽ ജനിച്ച് കാർഷിക വൃത്തിയിൽ വ്യാപൃതനായ കൗമാരകാലത്ത് ലഭിച്ച പലവിധമായ അറിവുകൾ ഇപ്പോഴും തൻ്റെ കൃഷിയിടത്തിൽ വിനിയോഗിച്ചുകൊണ്ട് കൃഷിയിലും സുവിശേഷ വേലയിലും ഒരു കർഷകനും സുവിശേഷകനുമായി ജീവിതം തുടരുകയാണ് റവറൻഡ് ജോജിയച്ചൻ. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ഓരോ ദിവസവും ദൈവനപരാൻ എന്നെ ശക്തനാക്കുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും അപ്പോൾ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് വേദപുസ്തകം നമ്മൾ വായിക്കുന്ന ആളതായ സമയത്ത് യോബ് എന്ന് പറയുന്ന ഭക്തനായിട്ടുള്ളതായ ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോബ് നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ഒക്കെ ആയിരുന്നു. പക്ഷേ യോബിൻ്റെ ജീവിതത്തിൽ നേരിട്ടത് വളരെ വ്യതിരിക്തമായിട്ടുള്ളതായ ചില അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം യോബിനെ സ്നേഹിക്കുന്നു എന്നുള്ളത് യോബിന് നന്നായിട്ട് അറിയാം. പക്ഷേ അവൻ്റെ കൂട്ടുകാർക്ക് അത്രമാത്രം അറിയുവാനായിട്ട് അത് കഴിയുന്നില്ല. എന്നാൽ ഏറ്റവും അവസാനം യോബിനെ ദൈവം ഒരു പാഠം പഠിപ്പിച്ചു. അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൻ്റെ നടുവിലും യോബ് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യെരമ്യാവ് ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ വിളിക്കപ്പെട്ടവനാണ്. പക്ഷേ യെരമ്യാവിൻ്റെ ജീവിതം കൊണ്ട് ഒരിക്കൽ പോലും ആർക്കും ഒരു ആശ്വാസമായിട്ടോ അല്ലെന്ന് വരിയിൽ എവിടെ ചെന്നാലും കഷ്ടതയും പ്രയാസവും പീഡനവും കിണറിലും അങ്ങനെ പീഡനത്തിൻ്റെ നടുവിലും ഒക്കെയാണ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യെരമ്യാവിനെ ഇങ്ങനെ നയിക്കുന്നു എന്നുള്ളത് വളരെ വിഷമകരമായൊരു സംഗതിയായിട്ട് തോന്നി. എന്നാൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്, ഒരു പദ്ധതിയുണ്ട് എന്നുള്ളത് പിന്നീടാണ് എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെയായപ്പോൾ എനിക്ക് കൂടുതൽ എൻകറേജ്മെൻറ്റ് എനിക്ക് തന്നെ ലഭ്യമായിത്തീരുന്നു. ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ തന്നെത്താൻ ബലപ്പെട്ടു എന്ന് പറയുന്നത് പോലെ എനിക്കും കൂടുതൽ ദൈവകൃപയോടെ കരുത്തോടെ ദൈവ വിളിക്ക് അനുസൃതമായിട്ട് ജീവിപ്പാനുള്ളതായ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റനേക വേദപുസ്തക ചരിത്രകാരന്മാരെയും അതുപോലെ അപ്പോസ്തലന്മാരെയും ഒക്കെ നമ്മൾ നോക്കുമ്പോഴും ഇതുപോലെയുള്ളതായ സമാനഗതമായ അനുഭവങ്ങളുടെ നടുവിലൂടെ അവരൊക്കെ കടന്നു പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എൻ്റെയും ജീവിതം അപ്രകാരമുള്ളതായ അനുഭവങ്ങളുടെയൊക്കെ നടുവിലൂടെ കടന്നുപോയി എന്നിവരിൽ തന്നെയും ദൈവം ഇന്നും എന്നെ വളരെ അനുഗ്രഹത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ ഈ ഇടവുകളിലെ എല്ലാ ശുശ്രൂഷകളും സഭയിലെയും സമൂഹത്തിലെയും ചുറ്റുപാടുകളിലെയും എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളിലും ഓടിയെത്തുവാൻ ഒക്കെ ദൈവം എന്നെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ വ്യാപൃതനാകുവാൻ ദൈവം തമ്പുരാൻ എന്നെ സഹായിക്കുന്നു. മരണകരമായ സാഹചര്യങ്ങൾ മുമ്പിൽ കണ്ട രോഗാവസ്ഥയിലും ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾക്ക് നടുവിലും ക്രിസ്തുവിലൂടെയുള്ള സ്നേഹവും ആശ്വാസവും രുചിച്ചറിഞ്ഞ ജോജിയച്ചൻ ഇന്ന് തൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ അനേകർക്ക് ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുന്നു. സെയിൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ നിരവധിയായ മിഷൻ പ്രവർത്തനങ്ങളിലും സഭാ ശുശ്രൂഷകളിലും സജീവമാണ് റവറൻഡ് PM ജോജിയച്ചൻ. വൈദിക പഠനത്തിന് ഞാൻ 1989 ഞാൻ പോകുന്നതിന് മുൻപ്
സഭയുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ ഞാൻ വ്യാപൃതനായിരുന്നിട്ടുണ്ട്. ആ കാലത്തെ സഭയുടെ ഒരു പ്രധാന സുവിശേഷ മേഖലയായിരുന്നു മിഷൻ ടൂർ എന്നുള്ളതായ പ്രോഗ്രാം. ആ മിഷൻ ടൂറിലൂടെയാണ് എനിക്ക് കൂടുതൽ പ്രേക്ഷിത വേലയെക്കുറിച്ച് ആകൃഷ്ടനായി തീരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ഒരു എൻ്റെ ജീവിതത്തിൽ ഒരു 86 മുതൽ 89 വരെയുള്ളതായ കാലഘട്ടങ്ങളിൽ ഞാൻ ഈ മിഷൻ ടൂറിനോടുള്ളതായ ബന്ധത്തിൽ പ്രേക്ഷിത വേലകളിൽ ബഹുമാനപ്പെട്ട KM എബ്രഹാച്ചനോട് കൂടെ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിപ്പാനായിട്ട് എനിക്ക് ഇടയായിത്തീർന്നിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തൃശ്ശൂർ, പാലക്കാട് സെൻറ്ററുകളിലും അതുപോലെ തന്നെ തിരുവനന്തപുരം, പാറശാല ആ മേഖലകളിലും കൊട്ടാരക്കര, കൊല്ലം ഏരിയകളിലുമൊക്കെ ധാരാളം സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഓപ്പൺ എയർ മീറ്റിങ്ങുകളിലൊക്കെ എനിക്ക് പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ധാരാളം ഡോർ ടു ഡോർ മിനിസ്ട്രി ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നിട്ടുണ്ട്. കോസ്റ്റ് ഔട്ട്റീച്ച് 90 എന്നുള്ളതായ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് ഇടയായിത്തീർന്നിട്ടുണ്ട്. അങ്ങനെ ആ തീരദേശ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കാളിയായി തീരുവാൻ ദൈവം തമ്പുരാൻ എൻ്റെ ആ ചെറിയ ഒരു പ്രായത്തിൽ എനിക്ക് ഇടയായിത്തീർന്നിട്ടുണ്ട്. 1989 വൈദിക പഠനത്തിനായിട്ട് ഞാൻ ചേരുന്നത്. 1989 തുടങ്ങി 92 വരെയുള്ളതായ ഒരു കാലഘട്ടമാണ് BTH പഠനത്തിനായിട്ട് ഞാൻ തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ബിഷപ്പ് ഉമ്മൻ തിയോളജിക്കൽ സെമിനാരി കുമ്പനാട് ആണ് അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ വൈദിക പഠനം പൂർത്തിയാകുന്നത്. BTH പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപരിപഠനത്തിനായിട്ട് പോകാനായിട്ട് തുടങ്ങുന്ന ആളായ സമയത്ത് സഭയുടെ ഒരു പ്രത്യേകമായ സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ 6-7 പേരുണ്ടായിരുന്നു. ഞങ്ങളെ കർത്താവിൻ്റെ വേലയിൽ പട്ടക്കാരനായിട്ട് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരണം എന്നുള്ളതായ ഒരു പ്രത്യേക വിളി സഭ ഞങ്ങളുടെ മേൽ ഉണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ 95 വൈദിക വൃത്തിയിലേക്ക് പ്രവേശിക്കുന്നത്, പട്ടക്കാരായിത്തീരുന്നത്. 96 എൻ്റെ വിവാഹം. അതിനുശേഷവും കൊഴിമാവ്, മുള്ളരിങ്ങാട്, പൂയംകുട്ടി, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര, പാറശാല ആ പ്രദേശങ്ങളിലൊക്കെ എനിക്ക് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനായി തീർന്നിട്ടുണ്ട്. ശരീരനായിരുന്നായ തിരുവനന്തപുരത്തുള്ള പാളയത്തുണ്ടായിരുന്നായ PC സക്രിയാച്ചൻ, PC സക്രിയാച്ചനോടൊപ്പമാണ് എൻ്റെ പട്ടത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഉള്ളതായ എൻ്റെ പരിശീലന കാലഘട്ടം. ആ ഒരു പരിശീലന കാലഘട്ടം അച്ഛനിൽ നിന്ന് ധാരാളം നന്മകൾ എനിക്ക് അനുഭവിപ്പാനായിട്ടിടയായി തീർന്നു. നല്ല ദർശനങ്ങൾ, നല്ല സമർപ്പണങ്ങൾ, നല്ല വിഷൻസ് ഒക്കെ എനിക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ളതായ ഒരു വ്യക്തിയാണ് എത്രയും ബഹുമാനപ്പെട്ട ജോയി മാത്യുച്ചൻ. അതുപോലെ തന്നെ എൻ്റെ വൈദിക പഠനത്തിൽ എൻ്റെ ഡീനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതായ ഡോക്ടർ MK കോശി തിരുമേനി. ഇങ്ങനെ ധാരാളം ആളുകളുടെ സ്വാധീനം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. മാത്തൂർ ചെന്നിക്കരയിലുള്ള താഴേത്തുണ്ടിൽ വീട്ടിൽ ഭാര്യ ഷീലയോടൊപ്പം കഴിയുന്ന ജോജിയച്ചൻ തൻ്റെ ജീവിതം ക്രിസ്തുവിനു വേണ്ടി തുടരുകയാണ്. അനേകം ശുശ്രൂഷകളിലൂടെ അനേകർക്ക് ആശ്വാസമായി. എൻ്റെ ജീവിതം ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് കാർഷിക വൃത്തി എനിക്ക് വളരെ താല്പര്യമുള്ളതായ ഒരു മേഖലയായിരുന്നു. എല്ലാ കാർഷിക വിഭവങ്ങളും കൃഷി ചെയ്യുവാൻ എൻ്റെ പിതാവിനോടുകൂടെ ചേർന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൃഷിയെ, വയലിലെ കൃഷികൾ, കന്നുകാലി വളർത്തൽ, ആടുമാടുകൾ, അങ്ങനെ എല്ലാ കൃഷികളിലും ഞാൻ എൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എനിക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞാൻ കൃഷിയൊക്കെ ചെയ്താൽ അത്യാവശ്യം നല്ല റിസൾട്ട് എനിക്ക് ലഭിക്കാറുണ്ട്. പച്ചക്കറി ആയാലും ഒക്കെ എന്ത് സംഗതികൾ ഞാൻ നട്ടാലും നല്ല റിസൾട്ട് എനിക്ക് ലഭിക്കാറുണ്ട്. അത് ദൈവം തമ്പുരാൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തേനീച്ച കൃഷിയിൽ എനിക്ക് താല്പര്യം തോന്നിയത്. തേനീച്ച കൃഷി എൻ്റെ ജീവിതത്തിൽ എനിക്ക് താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ എൻ്റെ വീടിൻ്റെ പറമ്പിൽ പെട്ടികൾ കൊണ്ടുവന്ന് വയ്ക്കാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്ന് 2 പെട്ടികൾ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ ആരംഭിച്ചതായിട്ടുള്ളതായ ഒരു തേനീച്ച കൃഷി ഏതാണ്ട് 80-85 കൂടുകൾ വരെയോളം ഞാൻ വൻതേനീച്ച കൃഷി ഞാൻ ചെയ്തിട്ടുണ്ട്. 400-500 കിലോ തേനൊക്കെ ഒരു ഇയറിൽ എടുക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് തേന് കൊടുക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെയൊക്കെ സന്തോഷം കാണാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുതേനീച്ച കൃഷിയും ഇതിനോടനുബന്ധമായിട്ട് ഞാൻ നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ എനിക്ക്
തോന്നുന്ന ഒരു 10-80 ചെറുതേനീച്ച പെട്ടികളോളമുണ്ട്. ഒരു വർഷം ഒരു 10-12-15 കിലോ തേൻ വരെയെങ്കിലും എനിക്ക് ലഭ്യമാകാറുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നു. കാരണം എൻ്റെ ശുശ്രൂഷകളുടെ ആധിക്യത്തിൽ ഞാൻ അവിടെവിടങ്ങളിലെല്ലാം പോയി മടങ്ങി വരുന്നതായ സമയത്ത് എൻ്റെ തേനീച്ചകളുടെ അടുക്കൽ പോകുമ്പോൾ അവർ പൂമ്പൊടിയും തേനും അതുപോലെ തന്നെ അവരുടെ കൂട്ടിലെ ആ പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിന് എൻ്റെ എല്ലാ ടെൻഷനും എൻ്റെ എല്ലാ പ്രഷറും ഒക്കെ അത് ഒന്ന് അയയുവാൻ ഉള്ളതായിരുന്നു നല്ല മുഖാന്തരമായിട്ട് കാണുന്നു. വലിയ കട്ടിയുള്ളതായ ജോലികളൊന്നും എനിക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല, കാരണം ഒരൊറ്റ ലങ്സേ ഉള്ളൂ എന്നുള്ളതായ തിരിച്ചറിവ് എനിക്കുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുഖാന്തരമായി ഇതുവരെയും പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ലാതെ അവരുടെ കൂട്ടത്തിൽ അവരുടെ സന്തോഷവും എൻ്റെ സന്തോഷവും ദൈവതിക സന്തോഷവും ഒരുമിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നതുകൊണ്ട്, പ്രാർത്ഥനയിലൂടെ പോകാൻ കഴിയുന്നതുകൊണ്ട് ആ രംഗത്തും ദൈവം തമ്പുരാൻ എന്നെ ഇതുവരെയും ലജ്ജിതനാക്കി തീർത്തിട്ടില്ല. ഇപ്പോഴും ധാരാളം ആവശ്യക്കാർ എൻ്റെ അടുക്കൽ വരാറുണ്ട്. ഞാനും അതിനകത്തിൽ വളരെയധികം സന്തോഷനാണ്. ധാരാളം ആളുകൾ അതിൻ്റെ അഡ്വൈസ് എന്നോട് ചോദിക്കാറുണ്ട്. അവർക്കൊക്കെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ അഡ്വൈസും പെട്ടികളും മറ്റ് എല്ലാ സംഗതികളും കൊടുക്കുവാനായിട്ടൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതും എൻ്റെ ശുശ്രൂഷയുടെ മുഖത്തെ ഒരു പ്രത്യേകതയാണ്. തുല്യം നേരിടേണ്ടി വന്ന നിരവധിയായ ദുരനുഭവങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരീക്ഷണങ്ങൾക്കും നടുവിലും ഇടത് ശ്വാസകോശം നീക്കം ചെയ്യേണ്ടി വന്ന കഠിനമായ രോഗാവസ്ഥകൾക്ക് നടുവിലും നിരന്തരമായ ദൈവകൃപകളാലും നിരവധിയായ ദൈവികമായ അനുഭവങ്ങളാലും ക്രിസ്തു സ്നേഹവും ക്രിസ്തുവിലൂടെയുള്ള സൗഖ്യവും രുചിച്ചറിഞ്ഞുകൊണ്ട് ജോജി അച്ഛൻ തൻ്റെ ജീവിതയാത്ര തുടരുകയാണ്. അനേകർക്ക് ആശ്വാസം പകർന്നുകൊണ്ട്. സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. 2000-ലാണ് എൻ്റെ ജീവിതത്തിൽ വീണ്ടും മറ്റൊരു കടുത്ത ഒരു പ്രയാസ പ്രതിസന്ധി ഉണ്ടാകുന്നത്. 2000-ൽ ഞാൻ ട്രാൻസ്ഫറായി തിരുവനന്തപുരം പാളയത്ത് ഞാൻ പോയി അവിടെ താമസിച്ചുകൊണ്ട് തെക്കൻ തിരുവിതാംകൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആളുടേതായ ഒരു കാലഘട്ടമാണ്. അവിടെ ഞാൻ ചെന്ന് അവിടെ പ്രവർത്തിക്കുന്നതായ സമയത്ത് അവിടെയും എൻ്റെ പച്ചക്കറി കൃഷികളുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഈവനിങ് ടൈമിൽ ഞാൻ അവിടെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുന്നതായ സമയത്താണ് എനിക്ക് ഒന്ന് ചുമച്ച് തുപ്പിയപ്പോൾ മുഴുവൻ ബ്ലഡ് സ്റ്റെയിൻ എനിക്ക് ഉണ്ടാകുവാനായിട്ടിടയായിട്ടത്. അപ്പം അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.